ഇരുചക്ര വാഹന അപകടങ്ങളിൽ ഓരോ വർഷവും 70,000-ലേറെ പേർ മരിക്കുന്ന പശ്ചാത്തലത്തിൽ നിലവാരമില്ലാത്ത ഹെൽമറ്റുകൾ പൂട്ടിടാൻ കേന്ദ്രം. നിർമ്മാണ കേന്ദ്രങ്ങളിലും വിൽപ്പന കേന്ദ്രങ്ങളിലും റെയ്ഡ് നടത്തുവാനും ജനങ്ങളെ ബോധവൽക്കരിക്കാനും ജില്ലാ കളക്ടർമാർ പ്രത്യേക താൽപര്യം എടുക്കണമെന്ന് ഉപഭോക്തൃ കാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. BIS ഉദ്യോഗസ്ഥർ നേരിട്ടും നടപടി സ്വീകരിക്കും. നിയമലംഘനങ്ങളുടെ വിവരം ജില്ലാ പോലീസ് മേധാവികൾക്കും മന്ത്രാലയത്തിനും കൈമാറണം. ബ്യൂറോ ഓഫ് ഇന്ത്യ സ്റ്റാൻഡേർഡ്സ് നിയമപ്രകാരം നടപടിയെടുക്കും. IS 4151/2015 നിലവാരമില്ലാത്ത ഹെൽമറ്റുകൾക്ക് കേന്ദ്ര ഉപരിതല മന്ത്രാലയത്തിന്റെ വിലക്കുണ്ട്. കടകളിലും വഴിയരികിലും വ്യാജ ISI മുദ്രയുള്ള ഹെൽമറ്റുകൾ സുലഭമാണ്. BIS അസിസ്റ്റന്റ് ഡയറക്ടർമാർക്ക് നിർമ്മാണ കേന്ദ്രങ്ങളിലും വിൽപ്പനശാലകളിലും റെയ്ഡ് നടത്തുവാനും സ്ഥാപനം പൂട്ടിക്കാനും അധികാരമുണ്ട്. സ്ഥാപനത്തിന് ഇവർ ചുമത്തുന്ന കുറഞ്ഞ പിഴ 2 ലക്ഷം രൂപയാണ്. ഒരു വർഷത്തെ വിൽപ്പന കണക്കാക്കിയാണ് പിഴ ചുമത്തുന്നത്. അത് കോടികളുമാകാം. 1 വർഷം തടവിന് കോടതി ശിക്ഷിക്കുകയും ചെയ്യും. അസിസ്റ്റന്റ് കളക്ടർമാരുടെയും അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറുടെയും അധികാരമാണിവർക്ക്. കേരളത്തിൽ കൊച്ചിയാണ് ആസ്ഥാനം. കേരളം, മാഹി, ലക്ഷദ്വീപ് എന്നിവയുടെ ചുമതലയാണ്. 3 അസിസ്റ്റന്റ് ഡയറക്ടർമാരുണ്ട്. ഫീൽഡ് ഓഫീസർമാരുമുണ്ട്. 25 കോടി രാജ്യത്തെ ഇരുചക്ര വാഹനങ്ങളുമുണ്ട്. 1.5 കോടി പ്രതിവർഷം വിൽക്കുന്ന ഹെൽമറ്റുകൾ, 40% വിറ്റഴിക്കുന്നവയിൽ വ്യാജ ഹെൽമറ്റുകൾ, 70% ഇരുചക്ര വാഹന അപകടങ്ങളിൽ സംഭവിക്കുന്ന മരണങ്ങളാണ്. 1513 കേരളത്തിൽ ഇരുചക്ര വാഹന അപകടങ്ങളും 1568 ഇവയിൽ മരിച്ചവരുടെ കണക്കാണ്. BIS ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നവയാണ് ഇവർ. ഇത് ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമാണെന്നും അപകട മരണങ്ങൾ ആവർത്തിക്കുകയാണെന്നും ഉപഭോക്തൃ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ഭാരത് രേഖയുടെ കത്തിൽ പറയുന്നു. അതിനാൽ പ്രത്യേക പരിശോധനകളും ക്യാമ്പയിനുകളും നടത്താൻ കളക്ടർമാർ വ്യക്തിപരമായും താൽപര്യമെടുക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. നിലവാരമില്ലാത്ത ഹെൽമറ്റ് നിർമ്മാണവും വിൽപ്പനയും സംബന്ധിച്ച ജാഗ്രത പാലിക്കാൻ BIS ബ്രാഞ്ച് ഓഫീസർമാർക്കും നിർദ്ദേശം നൽകി. ഇക്കാര്യത്തിൽ കളക്ടർമാരുടെയും പോലീസ് ഉദ്യോഗസ്ഥരുമായും നിരന്തരം സമ്പർക്കം പുലർത്താൻ BIS ഫീൽഡ് ഓഫീസർമാരോടും മന്ത്രാലയം നിർദ്ദേശിച്ചു. IS 4151/2015 അംഗീകാരമുള്ള സ്ഥാപനങ്ങളുടെ പട്ടിക BIS കെയറിലും ആപ്പിലും വെബ്സൈറ്റിലും ലഭ്യമാണ്. അതേസമയം ഇരുചക്ര വാഹന യാത്രികർ ഗുണനിലവാരമുള്ള ഹെൽമറ്റുകൾ ധരിക്കേണ്ടതിന്റെ ആവശ്യകത വ്യക്തമാക്കുന്ന മുന്നറിയിപ്പുകൾ മോട്ടോർ വാഹന വകുപ്പ് നൽകുന്നുണ്ട്. ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെയാണ് MVD മുന്നറിയിപ്പുകൾ നൽകുന്നത്. ഇരുചക്ര വാഹനം ഓടിക്കുമ്പോൾ ഹെൽമറ്റ് നിർബന്ധമാണെങ്കിലും അത് എങ്ങനെ ധരിക്കാതിരിക്കാം എന്ന് ചിന്തിക്കുന്നവർ ഒരുപാടുണ്ടെന്നാണ് MVD പറയുന്നത്. ഇരുചക്ര വാഹനം നിങ്ങൾ അപകടത്തിൽപ്പെടുമ്പോൾ ആഘാതം ഏൽക്കുന്നത് കൂടുതൽ തലയ്ക്കാണ്. അതിലൂടെ തലയോട്ടിക്ക് പൊട്ടൽ സംഭവിക്കുകയും അത്തരത്തിൽ തൽക്ഷണത്തിൽ തന്നെ മരണം സംഭവിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണെന്നും മോട്ടോർ വാഹന വകുപ്പ് പറയുന്നു. തലച്ചോറിന് സംഭവിക്കുന്ന പരിക്കുകൾ പലതും ആശുപത്രിയിൽ എത്തിച്ചാൽ പോലും ജീവൻ രക്ഷിക്കാൻ സാധിക്കാതെ വരുന്നുവെന്നും ആയതിനാൽ ഇടിയുടെ ആഘാതം കുറയ്ക്കുന്നതിന് ഹെൽമെറ്റ് കൃത്യമായി ധരിക്കുന്നത് വളരെയധികം ആവശ്യമാണെന്നും MVD വ്യക്തമാക്കുന്നു. പലരും ഹെൽമെറ്റുകൾ കൃത്യമായി തിരഞ്ഞെടുക്കാൻ സാധിക്കാത്തതിന്റെ വീഴ്ചകൾ മൂലം അപകടത്തിൽ പെടുന്നുണ്ടെന്നും ഗുണനിലവാരമുള്ളതും ISI മുദ്രയുള്ള ഫേസ് ഷീൽഡ് ഉള്ളതുമായ ഹെൽമെറ്റുകൾ തിരഞ്ഞെടുക്കുവാൻ ശ്രദ്ധിക്കണമെന്നും MVD പറയുന്നു. മാത്രമല്ല ശിരസിന് അനുയോജ്യമായ വലുപ്പത്തിലുള്ളതും ആയ ഹെൽമെറ്റുകൾ വാങ്ങണമെന്നും MVD ഓർപ്പിക്കുന്നുണ്ട്. ഹെൽമെറ്റിന്റെ പുറംചട്ടയ്ക്ക് താഴെയുള്ള ഷോക്ക് അബ്സോർബിംഗ് ലൈനിംഗ് അപകടം നടക്കുമ്പോൾ തലയോട്ടിയിൽ ഏൽക്കുന്ന ശക്തമായ ക്ഷതം കുറയ്ക്കുവാൻ സഹായിക്കുന്നു. മാത്രമല്ല ഗുരുതരമായ പരിക്ക് പറ്റാതെയും സംരക്ഷിക്കുന്നുവെന്നും MVD പറയുന്നു. ആയതിനാൽ അത്തരത്തിൽ സെലക്ട് ചെയ്ത് ഉപയോഗിക്കുന്ന ഹെൽമെറ്റുകൾ കൃത്യമായി ധരിച്ച് ചിൻ സ്ട്രാപ്പുകൾ ഉപയോഗിച്ച് ഹെൽമെറ്റ് ശിരസിൽ മുറുക്കി ഉറപ്പിക്കുവാൻ ശ്രദ്ധിക്കണമെന്നും MVD ഓർപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.